സംസ്ഥാനം വട്ടപൂജ്യമാണ്. ഇനി ഒന്നും ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ തകർന്ന് അടിഞ്ഞു കിടക്കുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയാണ് സംസ്ഥാനത്ത് എന്ന് ധവളപത്രം പറയുന്നു. പക്ഷേ നമ്മൾ കിഫ്ബിയുടെ കാര്യം മാത്രം എടുക്കുക. കഴിഞ്ഞ 5 വർഷത്തിൽ, കഴിഞ്ഞ 10 വർഷത്തിൽ കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ കിഫ്ബി ഏതാണ്ട് 1 ലക്ഷത്തിലധികം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കേരളത്തിൽ നടപ്പാക്കിയത്. 1.10 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതി കേരളത്തിൽ കിഫ്ബി നടപ്പാക്കിയിട്ടുണ്ട്. അതിൽ റോഡുകളുണ്ട്, പാലങ്ങളുണ്ട്, മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് വികസന പദ്ധതികളുണ്ട്. ഏതാണ്ട് 1237 വികസന പദ്ധതികളാണ് കിഫ്ബി വഴി കഴിഞ്ഞ സർക്കാർ നടപ്പാക്കിയിട്ടുള്ളത്. കിഫ്ബി എടുത്ത കടം എത്രയാണ്? 42,053 കോടി രൂപയാണ് കിഫ്ബി എടുത്തിരിക്കുന്ന കടം എന്ന് പറയുന്നത്. 42,053 കോടി രൂപ. അതിൽ ഏതാണ്ട് 9,845 കോടി രൂപ കിഫ്ബിയുടെ വരുമാനത്തിൽ നിന്ന് തന്നെ കിഫ്ബി തിരിച്ചടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ഏതാണ്ട് കിഫ്ബിക്ക് 21,000 കോടി രൂപയുടെ ബാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ സർക്കാരിൻ്റെ ഈ ധവളപത്രം പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കിഫ്ബിയിലെ ഈ ഒരു നിക്ഷേപം എന്ന് പറയുന്നത് കിഫ്ബി നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളിലൂടെ ഒരു റിട്ടേണും കിട്ടുന്നില്ല എന്നാണ് വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയല്ല, കിഫ്ബിയിലൂടെ ഏതാണ്ട് 6,426 കോടി രൂപയുടെ വരുമാനം കിഫ്ബിയിലൂടെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് പോകുന്നു എന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു ഡാറ്റ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്.